ഉച്ചയൂണിന് ടൈമായില്ലേ, നമുക്കിന്നൊരു മീൻകറി നോക്കിയാലോ. ട്രിവാൻഡ്രം സ്റ്റൈൽ ചൂരക്കറിയാണേ. മീനിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വറുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ അരപ്പ്, തേങ്ങ, ചെറിയുള്ളി എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് സവാള ഇട്ടിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി, കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണേ. പച്ചമുളക്, മുരിങ്ങയ്ക്ക, തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോഴേ കറിക്ക് അരയ്ക്കാൻ നോക്കിയപ്പോൾ കറണ്ട് പോയി. അപ്പോൾ കരുതി ബാലൻസ് ഇരിക്കുന്ന മീൻ വറുക്കാൻ മാഗ്നേറ്റ് ചെയ്യാമെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ചേർത്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ചേർത്ത് മാഗ്നേറ്റ് ചെയ്തു. അപ്പോഴേക്കും കറണ്ട് വന്നു. കറിയുടെ പരിപാടിയിലേക്ക് പോവാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് അരപ്പ് കൂടി ആഡ് ചെയ്ത് അരപ്പിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടുപ്പിലേക്ക് വയ്ക്കാം. വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മീൻ ഞാൻ എണ്ണയിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇതൊരു പുതുമയുള്ളൊരു കറിയല്ല, നമ്മളിത് സ്ഥിരം വയ്ക്കുന്നൊരു കറിയാണ്. പിന്നെ ഈ കറിയിൽ പച്ചമാങ്ങ കൂടെ ഇടാവേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. കൂട്ട് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമാങ്ങ ഇടുന്നുണ്ടെങ്കിൽ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം പുളി ആഡ് ചെയ്ത് കൊടുക്കാനേ. മീൻകറി നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഉലുവ പൊടി കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരുപാട് വേണ്ട, കുറച്ച്, ഒരു 1/4 സ്പൂൺ. അതിനുശേഷം പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ചേർത്ത് ഒരു തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടാ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോഴേ ഇന്നത്തെ ചോറിനുള്ള കറികൾ കൂടെ ഒന്ന് കാണിച്ചു തരാവേ. വറുത്തരച്ച തീയൽ, ചൂരമീൻ വറുത്തത്, ചൂരമീൻ കറി, ചക്ക അവിയൽ, പയർ തോരൻ. എങ്ങനെയുണ്ട്? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.